എന്താണ് തവസ്സുൽ? ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ തവസ്സുൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം തവസ്സുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ശർഈയായ വിധിയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇടനിലക്കാരനായി അതല്ലെങ്കിൽ ഒരു ഒരു കാരണം നിശ്ചയിക്കുക എന്നുള്ളതാണ് തവസ്സുൽ എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യുന്ന സമയത്ത്. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ കൊണ്ട് ചോദിക്കുക, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് ചോദിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ നന്മകളെ കൊണ്ട് ചോദിക്കുക. ഇതിനെ കൊണ്ടാണ് തവസ്സുൽ എന്ന് പറയുക. ഈ തവസ്സുലിന്റെ പേര് പറഞ്ഞ ഒരുപാട് ആളുകൾ ശിർക്കും വിധേയത്വമായിട്ട് ചെയ്യുന്ന നമുക്ക് കാണാം. ഉദാഹരണത്തിന് ബദരീങ്ങളുടെ ഹക്കും ജാവും ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് ഇന്ന പ്രയാസം നീക്കി തരണേ എന്നൊക്കെ പറയുന്നത് കാണാം. അപ്പൊ എങ്ങനെയാണ് ഖുർആനും സുന്നത്തിനും അടിസ്ഥാനമാക്കിക്കൊണ്ട് തവസ്സുൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാം? ഇസ്ലാമിൽ തവസ്സുൽ എന്ന് പറയുമ്പോൾ ഹലാലായ രീതിയിലുണ്ട്, അതുപോലെ തന്നെ ഹറാമായ രീതി അല്ലെങ്കിൽ വിധേയത്താവുന്ന രീതിയിലുണ്ട്, അതുപോലെ തന്നെ തവസ്സുൽ ശിർക്കാവുന്ന രീതിയിലുണ്ട്. ഈ തവസ്സുൽ ഹലാലായ രീതി എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ ഇതിനെ 3 രീതിയിൽ നമുക്ക് തവസ്സുൽ ചെയ്യാമെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ കൊണ്ട് ചോദിക്കുക. അതിന്റെ തെളിവെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ പോലെ തന്നെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിനാണ് ഏറ്റവും നല്ല പേരുകൾ ഉള്ളത്, ഏറ്റവും ഭംഗിയുള്ള പേരുകൾ അള്ളാഹുവിനുള്ളതാണ്. ഫദ്ഉഹു ബിഹാ, നിങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. ഉദാഹരണത്തിന് യാ ഹയ്യും യാ ഖയ്യൂം, നിങ്ങൾ റഹ്മാനായ റബ്ബേ ഇന്ന പ്രയാസം നീക്കി തരണേ എന്ന് പറയുന്ന പോലെ തന്നെ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ സിഫത്തുകൾ കൊണ്ട് ചോദിക്കുക. എങ്ങനെ? നമുക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന അദ്കാറിൽപ്പെട്ട ഒരു ദുആ ആണ് എന്ത്? സഹീഹ് ബുഖാരി പറഞ്ഞ പോലെ തന്നെ അഊദു ബികലിമാത്തില്ലാഹി തആമാതി മിൻ ശർരി മാ ഖലഖ. അതായത് അള്ളാഹുവിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂനതകളും ഇല്ലാത്ത അള്ളാഹുവിന്റെ വാക്കുകളെ കൊണ്ട് അള്ളാഹു ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്തിൽ നിന്ന്? അള്ളാഹു സൃഷ്ടിച്ച ഷറുകളിൽ നിന്ന്. ഇതെന്താണ്? സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഒരു തവസ്സുലാണ്. അങ്ങനെ ആദ്യത്തെ തവസ്സുൽ. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നന്മകളെ കൊണ്ട് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഖേന അള്ളാഹുവിനോട് ചോദിക്കുക. എന്താണ് അതിന്റെ തെളിവ് എവിടെയാണ്? സഹീഹ് ബുഖാരി വന്ന പോലെ തന്നെ ഈ 3 ആളുകളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്? ആ ഒരു 3 ആളുകൾ ഇതുപോലെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തപ്പോൾ അവരെന്ത് ചെയ്ത് ഒരു ഗുഹേനുള്ളിൽ കയറി. അങ്ങനെ അവർ ആ ഗുഹേന്റെ അകത്ത് കയറിയപ്പോൾ ഒരു വലിയ പാറക്കല്ല് വീണുകൊണ്ട് അവർ പ്രവേശിച്ച ആ സ്ഥലം മൂടുകയും അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്ന് അവരുള്ളിൽ അകപ്പെടുകയും ചെയ്തു. അങ്ങനെ അവരെന്ത് ചെയ്തു? 3 പേരും തീരുമാനിച്ചു അള്ളാഹുവിനോട് ദുആ ചെയ്യും, അല്ലെങ്കിൽ അള്ളാഹു ഇസ്തിഗാസ ചെയ്യും. എങ്ങനെ? അവരുടെ സൽക്കർമ്മങ്ങളെ കൊണ്ട്, അവർ മുന്നേ ചെയ്ത നന്മകളെ മുഖേന അള്ളാഹുവിനോട് ചോദിക്കും. എങ്ങനെയാണത്? ഉദാഹരണത്തിന് ഒന്നാമത്തെ ആൾ ചോദിച്ചു, അള്ളാഹു ഞാൻ എന്റെ വയസ്സായ മാതാപിതാക്കളെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് നോക്കിയിരുന്നു, അതുകൊണ്ട് അള്ളാഹുവെ ഞാനത് നിനക്ക് വേണ്ടിയായിരുന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ നീ എനിക്ക് ഈ പ്രയാസം നീക്കി തരണം. അതായത് പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറക്കൽ നീക്കി തരണമേ എന്ന് ഇസ്തിഗാസ ചെയ്തു. അപ്പൊ എന്താ? ആ പാറക്കൽ ചെറുതായിട്ട് നീങ്ങി. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളും അദ്ദേഹം മുന്നേ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഖേന അള്ളാഹുവിനോട് ചോദിച്ച് അപ്പൊ പാറക്കൽ കുറച്ചുകൂടി നീങ്ങി. അങ്ങനെ മൂന്നാമത്തെ ആൾ അതുപോലെ തന്നെ ചെയ്തപ്പോൾ എന്തായി? ആ പാറക്കൽ മുഴുവനായി നീങ്ങി. ഇതെന്താണ്? സഹീഹ് ബുഖാരിയിൽ വന്ന ഹദീസാണ്. അങ്ങനെ അവർ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതാണ് നമുക്ക് രണ്ടാമത്തെ രീതിയിൽ സ്ഥിരപ്പെട്ടു വന്ന തവസ്സുൽ. അതായത് നമ്മുടെ നന്മകളെ കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. മൂന്നാമത്തെ തവസ്സുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിച്ചിരിപ്പുള്ള നമുക്ക്